നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത്. സുരക്ഷയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് സാധനമാണ് RCCB അതുപോലെ തന്നെ MCB. MCBയും RCCBയും സെലക്ട് ചെയ്യുന്നത് ഏതൊക്കെ രൂപത്തിലാണ്, MCB RCCB വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തിലേക്കാണ്. MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ അതിൻ്റെ പേരിൽ തന്നെ സാധനമുണ്ട്. ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമാണ് MCB ഉപയോഗിക്കുക. RCCB എന്ന് പറയുന്ന സാധനം റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. നമ്മളെ ശരീരത്തിലൂടെ മാക്സിമം കടന്നു പോകാവുന്ന ഒരു കറണ്ട് എന്ന് പറയുന്നത് 30 മില്ലി ആംപിയറാണ്. വീടുകളിലൊക്കെ എപ്പോഴും പ്രത്യേകം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ELCB ട്രിപ്പ് ആവുന്നതാണ്. ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ELCB ട്രിപ്പ് ആവും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടാവുന്ന പ്രീമിയം സാധനങ്ങളിലൊന്നാണ് സ്നൈഡറിൻ്റെ MCB. ഇതിൽ തന്നെ നമ്മൾ 3 മോഡൽസ് വരുന്നുണ്ട്. ABB എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹാവൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏത് ബ്രാൻഡുകൾ എടുക്കുമ്പോഴും അതിലൊക്കെ 2-3 ക്വാളിറ്റി MCBകളും ഐസൊലേറ്റേഴ്സും ഒക്കെ തന്നെ ഉണ്ട്. നമസ്കാരം, ഗഫൂർ പുത്തൂരാണ്. സമാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് MCBയും RCCBയും സെലക്ട് ചെയ്യുന്നത് ഏതൊക്കെ രൂപത്തിലാണ്, അതുപോലെ തന്നെ MCB RCCB വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തിലേക്കാണ് എന്നുള്ളതിനെ പറ്റിയാണ്. നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത്. സുരക്ഷയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് സാധനമാണ് RCCB അതുപോലെ തന്നെ MCB. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ അതിൻ്റെ പേരിൽ തന്നെ സാധനമുണ്ട്. ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമാണ് MCB ഉപയോഗിക്കുക. ചെറിയ കറണ്ട് കടന്നു പോകുന്നതിന്, വലിയ കറണ്ട് കടന്നു പോകുന്നതിൽ ഒരിക്കലും MCB ഉപയോഗിക്കാൻ പാടില്ല. ചെറിയ കറണ്ട് കടന്നു പോകുന്ന സ്ഥലങ്ങളിലാണ് MCB. വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക MCB തന്നെയാണ്. ഇതിൽ നമുക്ക് ശരിക്കും മാർക്കറ്റിൽ കിട്ടുന്ന മോഡൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സിംഗിൾ പോള്, അതുപോലെ തന്നെ 2 പോള്, അതുപോലെ തന്നെ 3 പോള്, 3 പോളുകൾ വരുന്ന 3 പോള്, അതുപോലെ തന്നെ 4 പോളുകൾ വരുന്ന 4 പോള്. ഇങ്ങനെ നമുക്ക് 4ആയിട്ട് തിരിക്കാൻ പറ്റും. ഇതിൽ MCBയിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ സർക്യൂട്ടിൻ്റെ കറണ്ട് റേറ്റിംഗ് ആണ്. കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ ഹൗസ് വയറിങ്ങിൽ ലൈറ്റ് വയറിംഗ് ആണ് ഉണ്ടാവുക. ലൈറ്റിന് നമ്മൾ മിനിമം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 6 ആംപിയറിൻ്റെ MCB ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അത് ഏറ്റവും കുറഞ്ഞ MCB റേറ്റിംഗ് ആണ് 6 ആംപിയർ എന്ന് പറയുന്നത്. പിന്നെ 2 ആംപിയർ വരുന്നുണ്ട്. 2 ആംപിയർ ഒക്കെ നമ്മൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിനാണ് സാധാരണ കൊടുക്കാറുള്ളൂ. 6 ആംപിയർ ആണ് നമ്മൾ മിനിമൽ കൊടുക്കാറുള്ളത്. വീടുകളിൽ സാധാരണ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് C കർവും അതുപോലെ തന്നെ B കർവും വരാറുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ മുകളിലാണ് ഞാൻ പറയുന്നത്. സാധാരണയായിട്ട് ഇതിൽ C കർവ് അതുപോലെ തന്നെ B കർവുകൾ ഉണ്ടാവാറുണ്ട്. C അതുപോലെ തന്നെ B, G ഒക്കെ വരാറുണ്ട്. ഇതിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് C കർവും അതുപോലെ തന്നെ B കർവുമാണ്. സാധാരണ B കർവ് ഉപയോഗിക്കുന്നത് ലൈറ്റിംഗ് വയറിങ്ങിനാണ് യൂസ് ചെയ്യാറ്. ലൈറ്റ് ലോഡിനാണ് സാധാരണ B കർവ് യൂസ് ചെയ്യാറുള്ളത് പൊതുവേ. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാര്യം നമുക്ക് പിന്നെ C കർവ് ആകുമ്പോൾ C കർവ് ഒരിക്കലും കമ്പനികളിലെല്ലാം എല്ലാ ഇതിലും C കർവ് ലഭിക്കും. നല്ല പ്രൊഡക്റ്റുകളിൽ, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിലൊക്കെ C കർവ് ലഭിക്കും. ചില ഇതിൽ B കർവ് ഇല്ലാത്ത കേസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ B കർവ് എടുക്കണം എന്ന കേസില്ല. കാരണം ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഒരു സർക്യൂട്ട് ബ്രേക്കേഴ്സ് എടുക്കുന്ന സമയത്ത് B കർവ് ആണെന്നെങ്കിൽ 6 ടൈംസും 5 ടൈംസും, അതുപോലെ തന്നെ C കർവ് ആണെങ്കിൽ 10 ടൈംസുമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു കറണ്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ലൈറ്റൊക്കെ ട്രിപ്പ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്താണ്. അത് ഇനി C ആണെന്നുണ്ടെങ്കിലും B ആണെന്നുണ്ടെങ്കിലും അത്ര പ്രോബ്ലംസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് C കർവ് തന്നെ സെലക്ട് ചെയ്യുകയാണ് നല്ലത്. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് ലോഡിനാണ് നമ്മൾ C കർവ് ഉപയോഗിക്കുക എന്ന് പറയാറുണ്ട്. ഇൻഡക്റ്റീവ് ലോഡിന് C കർവാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പം മൊത്തത്തിൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ C തന്നെ യൂസ് ചെയ്താൽ മതി. വലിയൊരു പ്രശ്നം അതിലില്ല. എന്നാലും അത് C കർവും B കർവും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാനും വേണ്ടി മാത്രം പറയുകയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വരുന്നത് ഇതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റിയാണ്. ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ മോഡുണ്ടാവും 10,000
എന്ന് പറയുന്നത് ഉണ്ടാവും, അല്ലെങ്കിൽ 6000 ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ 7500 ഉണ്ടാവും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിലെപ്പോഴും നല്ലത് 10000 തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫാൾട്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി വിസ്റ്റാൻഡ് ചെയ്യുന്നതിനെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ 10000 വരുന്നത് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനികൾക്കും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, പല ക്വാളിറ്റികളും മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ മാർക്കറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സർക്യൂട്ട് ബ്രേക്കർ കമ്പനി, ഏതൊരു മാനുഫാക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ക്വാളിറ്റി ഉണ്ട്, അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ കുറഞ്ഞ പ്രൊഡക്റ്റുകളുടെയൊക്കെ ഞാൻ ചെറുതായിട്ട് പറയാം. ഞാൻ ഏതാണെന്ന് പറയുന്നില്ല, നിങ്ങളൊക്കെ മോഡൽസ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയാം. മാർക്കറ്റിംഗ് പിന്നെ കമ്പനിയുടെ മാർക്കറ്റിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ സ്നൈഡറിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പ്രീമിയം ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ളൊരു കാര്യമാണ് സ്നൈഡർ എന്ന് പറയുന്നത്. സ്നൈഡറിൽ വരുന്ന സമയത്ത് ഈ ആക്ടിനൈൻ എന്ന് പറയുന്ന ഒരു പ്രീമിയം മോഡൽസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് പിന്നെ ആക്ടിനൈൻ കെ സീരീസ് എന്ന് പറയുന്ന ഒരു മോഡൽസ് വരുന്നുണ്ട്. EC9 എന്ന് പറയുന്ന ഒരു മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പം EC9 ആണ് ഏറ്റവും കൂടുതൽ കിട്ടാനുണ്ടാവുക. അതാണ് ഏറ്റവും കുറഞ്ഞ മോഡലായിട്ട് അതിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ആക്ടിനൈൻ കെ സീരീസ് ആണ്. അതുപോലെ തന്നെ പിന്നെ ആക്ടിന എന്ന് പറയുന്ന ഒരു മോഡലും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ സ്നൈഡറിൽ ഒരു 3 മോഡൽസാണ് മാർക്കറ്റിൽ മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അത് തന്നെ സാധാരണ നമ്മൾ പ്രൊജക്ട്സിലേക്കൊക്കെ, ഇപ്പം നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ എടുക്കുമ്പം കമ്പനികൾക്കൊക്കെ അവരുടെ ട്രസ്റ്റ് നിലനിർത്താനും വേണ്ടി അവരെന്ത് ചെയ്യാറുണ്ട്, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് പ്രൊജക്റ്റിലേക്കൊക്കെ കൊടുക്കുക. അപ്പോൾ പ്രൊജക്റ്റിൽ വരുന്ന സമയത്താണ് ഈ ആക്ടിനൈൻ എന്ന് പറയുന്ന മോഡൽസൊക്കെ കിട്ടുക. അപ്പോൾ കഴിയുന്നതും അങ്ങനെയുള്ള മോഡൽസ് സെലക്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഹാവൽസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ട്, സ്റ്റഡക്സ് എന്ന് പറയുന്ന മോഡൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോ എന്ന് പറയുന്ന മോഡൽസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കമ്പനികൾക്കും ഇപ്പോൾ പിന്നെ ABBയിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പിന്നെ 2 മോഡൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഗ്രാൻഡിലാണെങ്കിലും 2 മോഡൽസ് വരുന്നുണ്ട്. അപ്പം മോഡൽസുകൾ പിന്നെ LNDയിലാണെന്നുണ്ടെങ്കിൽ 2 മോഡൽസ്, 2-3 മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ മോഡൽസുകളുണ്ട്, മോഡൽസിൻ്റെ എല്ലാ പേരുകളും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ചാർട്ട് ഇതിൽ കൊടുക്കാം. അത് നിങ്ങൾ പിന്നെ ഒന്ന് വായിച്ച് നോക്കുക. അതിൽ കൂടെ അത് ശരിക്കും മനസ്സിലാവില്ല. മുഴുവനായിട്ട് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സമയം വളരെ അതിക്രമിക്കും എന്നുള്ളത് കൊണ്ടാണ്. വിശദമായൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ് ഗഫൂർ പുത്തൂർ.